മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടേണ്ടതെന്ന് കാലം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് മനുഷ്യനെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തിനോവിച്ചു കൊണ്ടേയിരിക്കും. മനുഷ്യജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. രണ്ട്, നിങ്ങൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്മാറരുത്. നിങ്ങളുടെ പരാജയം കാത്തിരിക്കുന്നവർ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ അവരെ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാലും ചിലർക്ക് ആ സ്നേഹം മനസ്സിലാക്കാൻ കഴിയണം എന്നില്ല. ഭക്തരെ, അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ മുന്നിൽ അർഹതയെക്കുറിച്ച് വാദിക്കരുത്. മാറ്റാൻ സ്വന്തം കുറവുകളും തിരുത്താൻ തെറ്റുകളുമുള്ളപ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ തേടി പോകാതിരിക്കുക. ഭക്തരെ, സമയം സൗജന്യമാണ്, പക്ഷേ അത് വിലമതിക്കാനാവാത്തതാണ്. നിങ്ങൾക്കത് ഉപയോഗിക്കാം, പക്ഷേ സ്വന്തമാക്കാൻ കഴിയില്ല. നിങ്ങൾക്കത് ചെലവഴിക്കാം, പക്ഷേ സൂക്ഷിക്കാൻ കഴിയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തിരികെ ലഭിക്കില്ല. മറ്റുള്ളവരെ പോലെ ആകുക എന്നതല്ല, നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിന്ന് കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നിങ്ങൾ ലക്ഷ്യമാക്കേണ്ടത്. ഒരിരുമ്പ് ദണ്ഡിന് കൂടുതൽ അടി കിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരായുധമായി മാറുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നിങ്ങളുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കണം. സത്യം എന്തെന്ന് അറിയാതെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക. ഭക്തരെ, നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നിടത്തോളം കാലം സമാധാനം നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നിങ്ങൾ നടക്കേണ്ട വഴികൾ നിങ്ങൾ തന്നെയാണ് നടന്നു തീർക്കേണ്ടത്. ഭക്തരെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.